അത് ഒരു വർഷത്തോളം കുഴപ്പമില്ലാതെ പോയി. പിന്നീട് അതിന്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി നമുക്ക്. അപ്പോൾ അവിടെ അനുജൻ 20 ലക്ഷം നഷ്ടം, ജ്യേഷ്ഠന് 15 ലക്ഷം. അപ്പൊ കുടുംബമായിട്ട് 35 ലക്ഷം നഷ്ടം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ആ സമയത്ത് അല്ലെ. പിന്നീട് എന്ത് സംഭവിച്ചു? ഒരു സിനിമാ കഥ പോലെയാണ്. അപ്പൊ എത്ര വർഷത്തെ പ്രണയമാണ്? അത് ഏകദേശം 10 വർഷം പ്രണയിച്ചു. 10 വർഷം. അപ്പൊ LKG കണ്ടുപിടിയതാണ്. ഫസ്റ്റത്തെ ബിസിനസിന്റെ 3 ഇരട്ടി നഷ്ടം എനിക്ക് പറ്റി. 3 ഇരട്ടി എന്ന് പറയുന്നത് താങ്കൾ 45 ലക്ഷം നഷ്ടത്തിന്റെ കാര്യമാണ്. 50 ലക്ഷം. 50 ലക്ഷം നഷ്ടമാണ്. എന്താണ് ഈ 5 എലമെന്റ്സ്? 5 എലമെന്റ്സ് ഒരു പഞ്ചഭൂത, അതിന് ഞങ്ങൾ ഇംഗ്ലീഷ് വേർഷൻ ആക്കിയതാണ്. നമ്മുടെ ബിസിനസ് മോഡൽ എന്താണെന്ന് ചോദിച്ചാൽ ഡയറക്റ്റ് കസ്റ്റമൈസ് അപ്രോച്ചാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഡീലറോ ഡിസ്ട്രിബ്യൂട്ടറോ ഒന്നും ഇല്ല. ഇന്ന് 5 എലമെന്റ്സ് എന്ന് പറയുന്നത് മാർക്കറ്റിൽ UPVC വിൻഡോസിനും ഡോസിനും ഒരു അപരനാമമായി കഴിഞ്ഞു. 2 സഹോദരങ്ങൾ കേരളത്തിൽ സംരംഭക മോഹം അവരുടെ തലയ്ക്ക് പിടിക്കുന്നു. അവരാദ്യം തൊഴിലാണ് ചെയ്തത്, പ്രവാസികളുമായിട്ടുണ്ട്. തിരിച്ചടികൾ നിരവധിയുണ്ട്. ആ തിരിച്ചടികളിൽ നിന്ന് തിരിച്ചു വന്ന് ഒരു സംരംഭം തുടങ്ങി വിജയത്തിൻ്റെ പാതയിലേക്ക് കുതിക്കുന്ന 2 യുവ സംരംഭകർ, അവർ സഹോദരങ്ങളും കൂടിയാണ്. അവരെയാണ് ഇന്ന് സ്പാർക്ക് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഹായ്, ഞാൻ ഷമീം റഫീഖ്, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കുള്ള ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം. എന്നോടൊപ്പം സ്പാർക്കുള്ള കഥ പറയാനിരിക്കുന്നത് സഹോദരങ്ങളായ നിതിനും നിമോദുമാണ്. 2 പേർക്കും സ്വാഗതം സ്പാർക്കിൻ്റെ വേദിയിലേക്ക്. നിതിനിൽ തുടങ്ങാം. നിതിൻ, നാട് എവിടെയാണ്? തൃശ്ശൂരാണ്. തൃശ്ശൂർക്കാരനാണ്. അതെ. ഇത് സഹോദരനാണ്. അതെ, ചേട്ടനാണ്. നിതിൻ, വിദ്യാഭ്യാസമൊക്കെ എന്തായിരുന്നു? ഞാൻ നാട്ടിൽ തന്നെയാണ് പഠിച്ചത്, തൃശ്ശൂർ തന്നെയാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് MBA പഠിക്കാൻ വേണ്ടി ബാംഗ്ലൂർ പോയി. MBA സ്പെഷ്യലൈസ് ചെയ്തത് HR ആൻഡ് മാർക്കറ്റിംഗ്. HR ആൻഡ് മാർക്കറ്റിംഗ്. നിമോദ്? ഞാനും MBA ഗ്രാജുവേറ്റ് ആണ്. സ്പെഷ്യലൈസേഷൻ ഫിനാൻസും മാർക്കറ്റിംഗ് ആയിരുന്നു. നിങ്ങൾ സഹോദരങ്ങളാണെന്ന് പറഞ്ഞു. എന്തായാലും ട്വിൻസ് അല്ലാന്ന് എനിക്ക് മനസ്സിലായി. ഇതിൽ ആരാണ് മൂത്തത്, ആരാണ് അനുജൻ? ഞാനാണ് ചേട്ടൻ. ചേട്ടനാണ്. അതെ. കണ്ടാൽ നിതിനാണ് ചേട്ടൻ എന്ന് പറയും. നിങ്ങൾ തമ്മിൽ എത്ര വയസ്സിന്റെ വ്യത്യാസമുണ്ട്? 5 കൊല്ലത്തെ. 5 വയസ്സിന്റെ. ഓക്കെ. നിമോദ് പഠനം കഴിഞ്ഞ് എന്താണ് ചെയ്തത്? ഞാൻ പഠനം കഴിഞ്ഞിട്ട് ഗൾഫിലേക്ക് പോയി. അവിടെ UA എക്സ്ചേഞ്ചിൽ ജോലിക്ക് കയറി. ഒരു 3 കൊല്ലം അവിടെ വർക്ക് ചെയ്തു. താങ്കൾ? ഞാൻ 2013 പഠനം കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ടൊരു 1.5 വർഷത്തോളം നാട്ടിൽ തൃശ്ശൂർ തന്നെ ഒരു ഇൻഷുറൻസ് ഫീൽഡിൽ വർക്ക് ചെയ്തു. സെയിൽസ് ആണ്? സെയിൽസ് ആയിരുന്നു. അതെ. ഓക്കെ. നിമോദ് 3 വർഷം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അത് കഴിഞ്ഞ് പിന്നെ എന്താ ചെയ്തത്? ഞാൻ 3 വർഷം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്തു. വിസ റിന്യൂ ചെയ്തില്ല, തിരിച്ചു പോന്നു. ഇവിടെ ഒരു ടീഷർട്ടിന്റെ ബിസിനസ് തുടങ്ങി. ടീഷർട്ട് ബിസിനസ്? ടീഷർട്ട് മാനുഫാക്ചറിംഗ് ആണോ? മാനുഫാക്ചറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരുപ്പൂര് മോഡൽ കൊടുത്തിട്ട് പ്രിന്റ് ചെയ്യിപ്പിക്കും, ഉണ്ടാക്കിക്കും. ഒറ്റയ്ക്കാണോ? ഒറ്റയ്ക്കല്ല, എൻ്റെ 2 കൂട്ടുകാരന്മാരുണ്ടായിരുന്നു. ഓക്കെ. 3 പേര് ചേർന്ന് 3 പേര് കൂടി ടീഷർട്ട് തിരുപ്പൂരിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് ഇവിടെ സെയിൽ ചെയ്യും. ഇവിടെ സെയിൽ. എങ്ങനെ പോയത്? സെയിൽ ഓക്കെ ആയിരുന്നു, പക്ഷെ നമുക്കതിന് റൊട്ടേറ്റ് ചെയ്യാനുള്ള പൈസ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ തന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് നേരെ ഒരു ബൊട്ടീക്ക് തുടങ്ങി. ബൊട്ടീക്ക് എവിടെയാണ്? ചാവക്കാട്, തൃശ്ശൂർ ജില്ലയിൽ. ചാവക്കാട്. അത് നന്നായി തന്നെ പോയോ? നന്നായി പോയി. കാരണം അന്നത്തെ ട്രെൻഡ് അനുസരിച്ച് ഞങ്ങൾ നല്ല രീതിയിൽ പേരുണ്ടാക്കി സെയിലും ചെയ്തു. നിതിനിലേക്ക് വരാം. നിതിൻ സെയിൽസിൽ 1.5 വർഷം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് കഴിഞ്ഞ് എന്തോ ചെയ്തു. എന്തായിരുന്നു അത്? കഴിഞ്ഞിട്ട് നാട്ടിൽ തന്നെ തൃശ്ശൂർ തന്നെ ഒരു വീൽ അലൈൻമെൻറ്റ് ഷോപ്പ്, അതുപോലെ തന്നെ കാർ ഡീറ്റെയിലിംഗ് ഷോപ്പ് ഓപ്പൺ ആക്കി. ഒരു 2014-15 കാലഘട്ടത്തിൽ. ഇതിന്റെ മൂലധനം എവിടെ നിന്ന് കണ്ടെത്തി? മൂലധനം ഞങ്ങൾ പാർട്ട്നേഴ്സ്, ബ്രദർ ഉണ്ടായിരുന്നു, നിമോദ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ 2 പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടി ഡിവൈഡ് ചെയ്തിട്ട് ഷെയർ. അപ്പോൾ നിമോദിന്റെ മറ്റേ ബിസിനസ്സിലുള്ള പാർട്ട്നേഴ്സ് വേറെയാണ്, അത് നിങ്ങൾ വേറൊരു പാർട്ട്ണർഷിപ്പ്? വേറെ പാർട്ട്ണർഷിപ്പ്. എങ്ങനെ പോയി അത്? അത് ഒരു വർഷത്തോളം കുഴപ്പമില്ലാതെ പോയി. പിന്നീട് അതിന്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി നമുക്ക്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് വളരെ കുറവായിരുന്നു. അത് ടയർ സെയിലിംഗ് ആയിരുന്നു, പിന്നെ അതുപോലെ തന്നെ കാർ ഡീറ്റെയിലിംഗ്. അതൊന്ന് പരാജയപ്പെട്ടു ആ ബിസിനസ്. അതിൽ നിന്ന് നഷ്ടങ്ങളുണ്ടായി. എന്ത് നഷ്ടം വന്നു? ഏകദേശം 20 ലക്ഷത്തോളം നമുക്ക് നഷ്ടം പറ്റിയത്. എന്ത് പ്രായം ഉണ്ടെന്ന്? അന്ന് 25 വയസ്സ്. 25 വയസ്സിൽ താങ്കൾക്ക് 20 എത്ര ലക്ഷം? 20 ലക്ഷം കടമായി അവിടെ. താങ്കളുടെ ബിസിനസ്. അപ്പോൾ നിങ്ങൾ വേറെ പാർട്ട്നേഴ്സ് ആണ്. അത് ബൊട്ടീക്കാണ്. നന്നായി പോയി. വളരെ നന്നായി പോയി. പിന്നീട് എന്ത് സംഭവിച്ചു? പിന്നെ സംഭവിച്ചത് 2016 നോട്ട് നിരോധനം വന്നപ്പോൾ നമ്മുടെ സെയിൽ മൊത്തത്തിൽ കുറഞ്ഞു പോയി. അപ്പം ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു അതിൽ. അപ്പോൾ നമുക്ക് 5 പേർക്കും കൂടിയിട്ടുള്ള വരുമാനം അതിൽ നിന്ന് ഇല്ലാണ്ടായപ്പോൾ ഞങ്ങൾ 3 പേര് ബാക്ക് ചെയ്തു. അത് നിർത്തി. ബൊട്ടിക്ക് നടത്തി, 2 പേരും കൂടിയിട്ട് അത് നടത്തിക്കൊണ്ടുപോയി. പക്ഷെ ഞാൻ അതിൽ നിന്ന് ഒഴിഞ്ഞു. നഷ്ടമുണ്ടായി. എത്ര നഷ്ടം? ഏകദേശം ഒരു 15 ലക്ഷത്തിന് നഷ്ടം. അപ്പോൾ അവിടെ അനുജൻ 20 ലക്ഷം നഷ്ടം, ജ്യേഷ്ഠന് 15 ലക്ഷം. അപ്പോൾ കുടുംബമായിട്ട് 35 ലക്ഷം നഷ്ടം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ആ സമയത്ത് അല്ലേ. പിന്നീട് എന്ത് സംഭവിച്ചത്?
അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ 2015 കാലഘട്ടത്തിൽ ഞാൻ ഈ ബിസിനസ് സ്റ്റോപ്പ് ചെയ്തപ്പോൾ പിന്നെ അടുത്ത ഓപ്ഷൻ എന്താണെന്നുള്ളത് നമുക്കറിയില്ല. വരുമാനം നിലച്ചു. മാത്രമല്ല പ്രേമിക്കുന്ന ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആളുടെ പ്രൊഫഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടറാവാൻ പഠിക്കുകയായിരുന്നു. അത് ശരി, ഒരു പ്രണയമുണ്ട് ഇതിനിടയിൽ. അതെ, ഒരു സിനിമാ കഥ പോലെയാണ്. അപ്പോൾ എത്ര വർഷത്തെ പ്രണയമാണ്? അത് ഏകദേശം 10 വർഷം പ്രണയിച്ചു. 10 വർഷം? അപ്പോൾ LKG കണ്ടുപിടിച്ചതാണോ? അല്ല, ഏത് പ്രായത്തിലാണ്? അത് ഞാൻ +2 പഠിക്കുന്നത്. അദ്ദേഹം എത്രാം ക്ലാസ് പഠിക്കുകയാണ്? 8th പഠിക്കും. അപ്പോൾ ചെറു കുഞ്ഞി പ്രണയമാണ്. പക്ഷെ അത് 10 കൊല്ലം നീണ്ടു നിന്നു. അതെ, വെരി ഗുഡ്. അതായത് 2008 തുടങ്ങി 2018 കല്യാണം കഴിച്ചു. ഓക്കെ. അപ്പോൾ അതൊരു പ്രശ്നമാണ്. അദ്ദേഹം ഡോക്ടറാകാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ. അപ്പൊ പിന്നെ വേറെ വഴിയില്ല, എന്തെങ്കിലും പണി കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. എനിക്കാണെങ്കിൽ വരുമാനമില്ല. അപ്പോൾ അടുത്ത ഓപ്ഷൻ ഉണ്ടായിരുന്നത് ദുബായ് പോകുക എന്നുള്ളതായിരുന്നു. ഓക്കെ. അവിടെ വിസിറ്റിന് പോയി. 2015 അവസാനത്തിൽ ഞാൻ ദുബായിൽ പോയി. 2016 എനിക്ക് ജോലി കിട്ടി. അന്ന് ഇവിടുന്ന് നാട്ടിൽ നിന്ന് ദുബായിലേക്ക് പോകും തന്നെ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു. 4 വർഷം ദുബായിൽ നിൽക്കുള്ളൂ എന്നുള്ളത്. സ്വന്തമായിട്ടൊരു സംരംഭം നാട്ടിൽ തുടങ്ങണം, അതും വേറെ എവിടെയല്ല, സ്വന്തം നാട്ടിൽ തന്നെ തുടങ്ങണം എന്നുള്ളതായിരുന്നു ഒരാഗ്രഹം. അത് ഉറപ്പിച്ചിട്ട് തന്നെ പോയി. കുട്ടിയുടെ വീട്ടുകാരെ കാണിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി വേണം. അതുകൊണ്ട് പിന്നെ പ്രവാസിയായി. ജ്യേഷ്ഠന്റെ പോലെ തന്നെ പ്രവാസിയുമായി. അതെ, ശരി. അങ്ങനെ എത്ര വർഷം അവിടെ നിന്നു? 4 വർഷം. 4 വർഷം അവിടെ നിന്നു. 2018 എൻ്റെ കല്യാണം കഴിയുന്നത്. പിന്നെ 2019 കൂടിയിട്ട് ഞാനും നിമോദും പിന്നെ പ്ലാനിങ് ആയി ഞാൻ നാട്ടിൽ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്. കാരണം 4 വർഷമാണ് ടാർഗറ്റ്. എന്തായാലും കല്യാണം കഴിഞ്ഞു, ഇനി ആ പ്രശ്നം സോൾവ് ആയി. അതെ. അപ്പം ഞാൻ നിമോദിലേക്ക് വരാം. അപ്പം നിമോദ് ഇതെല്ലാം നിർത്തിയതിന് ശേഷം എന്താ ചെയ്തത്? ഞാൻ പിന്നെ എൻ്റെ അങ്കിളുണ്ട്, ആളോട് ചോദിച്ചു എന്താ ചെയ്യേണ്ടത്. കാരണം മുന്നിലൊരു വഴിയില്ല. അപ്പോൾ ആൾ പറഞ്ഞു നമുക്ക് ട്രേഡിങ് ചെയ്യാം, അലുമിനിയം കോമ്പോസിറ്റ് പാനൽ ACP. അതിൻ്റെ ട്രേഡിങ് മാമൻ തന്നെ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനും ശരിയാക്കി തന്നു. അത് നല്ല രീതിയിൽ ഞാൻ നല്ല രീതിയിൽ പണിയെടുത്തു, നന്നായി അധ്വാനിച്ചു. മാസം നല്ല രീതിയിൽ സ്ക്വയർ ഫീറ്റ് വിൽക്കാൻ പറ്റി. അപ്പോൾ ആ സമയത്താണ് പ്രവാസിയായ സഹോദരന്റെ കോള് വരുന്നത്, നമുക്ക് എന്തെങ്കിലും വേണ്ടേ, തുടങ്ങണ്ടേ എന്ന്, അല്ലേ? അപ്പോൾ എന്ത് ബിസിനസ്സിലേക്കാണ് പിന്നീട് കൈ? അപ്പോൾ ഒരു ഇന്റീരിയർ ഐറ്റംസ് ഒരു പ്രൊഡക്റ്റ്. അപ്പോൾ അത് തുടങ്ങാൻ വേണ്ടിയിട്ടെല്ലാം സെറ്റ് ചെയ്തിട്ടാണ് അനിയൻ നാട്ടിലേക്ക് വന്നത്. ഞാൻ ഇതിനോട് ചോദിക്കാം, നാട്ടിലേക്ക് റിസൈൻ ചെയ്ത് പോന്നു, കല്യാണം കഴിഞ്ഞു ആ സമയത്ത്. അതെ. എന്ത് സംഭവിച്ചു? ഞാൻ വരുന്നത് ഒരു ഫെബ്രുവരി മാസമാണ്, വർഷം 2020. ഫെബ്രുവരി ലാസ്റ്റ്, മാർച്ചിൻ്റെ തുടക്കത്തോടുകൂടി നാട്ടിലേക്ക് എത്തണം. പിന്നെ 2020 എന്താ ഉണ്ടായെന്ന് നമുക്കറിയാലോ, കൊറോണ ലോക്ക്ഡൗൺ. അത് ശരി, വരാൻ നോക്കിയിരിക്കുകയായിരുന്നു. അതെ. പണ്ടൊരു 20 ലക്ഷം കടമുണ്ടായിരുന്നു. അതെ. അതൊക്കെ പിന്നെ വീട്ടിയായിരുന്നോ? അതൊക്കെ വീട്ടി, അതൊക്കെ സെറ്റായിട്ടാണ് പിന്നെ നാട്ടിലേക്ക് റിസൈൻ ചെയ്യാന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. വീണ്ടും പെട്ടു. അപ്പോൾ ഞാൻ ഇവിടെ ചോദിച്ചോട്ടെ, ആ ACP ബിസിനസ് എങ്ങനെ പോയപ്പോൾ? ACP നല്ല ബിസിനസ് ആയിരുന്നു. ഫസ്റ്റ് ലോക്ക്ഡൗണിൽ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ മലപ്പുറത്തും ഒരു ഡീലർഷിപ്പ് തുടങ്ങി. പക്ഷേ രണ്ടാമത്തെ ലോക്ക്ഡൗണിൽ നമുക്ക് പിന്നെ സ്ട്രഗിളായി. പേയ്മെൻ്റ് ഒന്നും കിട്ടിയില്ല, എല്ലാം ബ്ലോക്കായി. മുന്നോട്ട് പോകാനും പറ്റില്ല, ഇത് അവസാനിപ്പിക്കാനും പറ്റുന്നില്ല. അങ്ങനെ സ്റ്റേജിൽ ബ്ലാങ്ക് ആയിപ്പോയി. നഷ്ടങ്ങൾ ഈ ഫസ്റ്റത്തെ ബിസിനസ്സിൻ്റെ 3 ഇരട്ടി നഷ്ടം എനിക്ക് പറ്റി. 3 ഇരട്ടി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്കിന് വേണ്ടിയിട്ട് ഞാൻ KSFയും പേഴ്സണൽ ലോണൊക്കെ എടുത്ത് ഞാൻ സ്റ്റോക്ക് ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് വിൽക്കാൻ പറ്റിയില്ല. ആ സ്റ്റോക്കിൽ നിന്ന് കൊടുത്തവരുടെ പേയ്മെൻറ്റ് കിട്ടിയില്ല. പിന്നെ KSFയുടെ പ്രഷർ, സ്റ്റാഫിൻ്റെ 2 സ്റ്റാഫ് ഉണ്ടായിരുന്നു, മാർക്കറ്റിങ്ങിന് സെയിൽസിന്, അവരുടെ സാലറി, പിന്നെ ഓഫീസിലെ സ്റ്റാഫിൻ്റെ സാലറി, പിന്നെ KSFയുടെ തിരിച്ചടവ്, ഇതെല്ലാം കൂടിയിട്ടൊരു മാസം പെട്ടു. 3 ഇരട്ടി എന്ന് പറയുന്നത് താങ്കൾ 45 ലക്ഷം നഷ്ടത്തിൻ്റെ കാര്യം. 50 ലക്ഷത്തിൻ്റെ അടുത്ത്. 50 ലക്ഷം നഷ്ടമാണ്. ആദ്യം ഒരു 15, ഇവിടെ ഒരു 20, ഇപ്പോൾ 50 ആയി. പെട്ടുപോയി കൊറോണ. പിന്നെ എന്താണ് അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഞാൻ ദുബായിൽ നിന്ന് വരുമ്പോൾ ഇന്ത്യൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ് ഞങ്ങൾ സംസാരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ലോക്ക്ഡൗൺ കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ പിന്നെ അത് നമുക്ക് വർക്കൗട്ട് ആയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ ACPയുടെ തന്നെ വേറൊരു കമ്പനി ഡിസ്ട്രിബ്യൂഷൻ എടുത്തിട്ട് ഞാനും മാർക്കറ്റിൽ ഇറങ്ങി കൊറോണയ്ക്ക് ശേഷം. അതും അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. കാരണം കൊറോണ കഴിഞ്ഞ പക്ഷേ ഈ മാർക്കറ്റെല്ലാം ഒന്ന് ഡള്ളായിരുന്നു. അപ്പോൾ നമുക്ക് ഷീറ്റിൻ്റെ സപ്ലൈ നടക്കുന്നുണ്ട്, പക്ഷേ നമുക്ക് പേയ്മെൻറ്റ് വരുന്നില്ല. അങ്ങനെ ഒരുപാട് ഷീറ്റിൻ്റെ കച്ചവടം നടന്നു, പക്ഷേ പേയ്മെൻറ്റ് വരാത്ത കാരണം നമുക്ക് അവിടെയും കാര്യങ്ങളെല്ലാം ബ്ലോക്കായി. എങ്ങനെ നിർത്തുമെന്ന് വെച്ചിരിക്കുമ്പോഴാണ് അടുത്ത ലോക്ക്ഡൗൺ വന്നത്. വീണ്ടും പ്രശ്നമായി. ഇത് ഓരോന്ന് കുരു പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ കടം കയറി നിൽക്കുകയാണ്. പിന്നെ എന്താണ് മാർഗം കണ്ടെത്തിയത്? വീണ്ടും മാമൻ്റെ അടുത്ത്, അങ്കിളിൻ്റെ അടുത്ത് പോയി. നെക്സ്റ്റ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ആ അങ്കിളിനൊരു UPVCയുടെ ഒരു ഫാക്ടറി ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്തത് ചെയ്യുന്ന ആൾ പറയാറുണ്ട്. പക്ഷെ ഞങ്ങൾ ഈ ACP ട്രേഡിംഗ് ഉള്ള കാരണം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ചെന്നിട്ട് ആൾ അപ്രോച്ച് ചെയ്തിട്ട് ഞാൻ ചോദിച്ചു, ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ ചോദിച്ചത് എങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചു.
എന്തറിയും എന്ന് വെച്ചു, എങ്ങനെ മാർക്കറ്റ് ചെയ്യും, ഒന്നും അറിയാണ്ട് എങ്ങനെ നടത്തുകയെന്ന് വെച്ചു. അപ്പോൾ എനിക്കാണെങ്കിൽ 2 ഡീലർഷിപ്പിൻ്റെ പ്രശ്നങ്ങളും ഉണ്ട്, അത്രയധികം ടെൻഷനായിരുന്നു. അപ്പോൾ നിതിനോട് പറഞ്ഞു, നീ പഠിക്ക്, ഞാൻ പിന്നാലെ വരാമെന്ന് പറഞ്ഞു. ഒരു 1.5 കൊല്ലത്തോളം ആളവിടെ പഠിച്ചു. നിതിനിലോട്ട് വരാം. ഈ പ്രശ്നങ്ങളുടെ ഇടയിൽ നിതിൻ പഠിക്കാൻ പോവുകയാണ്. അതെ. അമ്മാവൻ്റെ ഫാക്ടറിയിലേക്ക്. അതെ. അവൻ പഠിപ്പിച്ചു തന്നല്ല. അതെ അതെ, പഠിച്ചു വന്നു. അതൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ഷീറ്റ് കച്ചവടം നമുക്ക് ഇല്ലാണ്ടിരിക്കുമ്പോൾ ഇനി എന്ത് ചെയ്യും എന്നുള്ളത്, ഞാൻ 2015 കാലഘട്ടത്തേക്ക് തിരിച്ചു പോയി. ഇനി ഗൾഫിലേക്ക് പോകണോ, സ്വന്തമായിട്ട് നാട്ടിലേക്ക് സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ട് നാട്ടിലേക്ക് വന്നു, തിരിച്ചു പോകണോ എന്ന് വെച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നത്. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 1.5 കൊല്ലത്തോളം ഞങ്ങൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ്റെ A to Z കാര്യങ്ങൾ പഠിച്ചു. ആ ഫാക്ടറിയിൽ നിന്ന് പ്രൊഡക്ഷൻ എന്ത് ചെയ്യണം, ഏറ്റവും നല്ല മെറ്റീരിയൽ ഏതാണ്, എല്ലാ ഡീറ്റെയിൽസും ഞങ്ങൾ പഠിച്ച് ഒരു കുറച്ച് നാൾ ഫാക്ടറിയിൽ നിന്ന് പഠിച്ചിട്ട് ഞങ്ങൾ മാർക്കറ്റിലേക്ക് ഇറങ്ങി, പുറത്തേക്ക് ഇറങ്ങി, സെയിൽസിന് വേണ്ടിയിട്ട് ഇറങ്ങി, ബിൽഡേഴ്സിന് മീറ്റ് ചെയ്തു, വീട് പണിയുന്ന ആൾക്കാരെ മീറ്റ് ചെയ്തു, ടെസ്റ്റായിട്ട് ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ ബിസിനസ് എടുത്തു മാർക്കറ്റിൽ നിന്ന്, ഞങ്ങൾ പ്രൊഡക്ഷൻ ചെയ്തു. ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിൽ മാത്രമല്ല, ഞങ്ങൾ കേരളത്തിൽ ഒരു ഒട്ടുമിക്ക 2-3 കമ്പനികളിൽ പോയിട്ട് ഞങ്ങൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ ഞങ്ങൾ കൊടുത്തു. ഞങ്ങൾ പിടിച്ച സെയിൽസ് പല കമ്പനികളിൽ ഞങ്ങളിത് അപ്രോച്ച് ചെയ്തിട്ട് ഞങ്ങൾ ഇതിൻ്റെ പ്രൊഡക്ഷന് വേണ്ടി കൊടുത്തു, ഒരു മാർക്കറ്റ് സ്റ്റഡിക്ക് വേണ്ടിയിട്ട്. ഇതിൻ്റെ A to Z കാര്യങ്ങൾ ഞങ്ങൾ ഈ പ്രൊഡക്ഷനും അതുപോലെ തന്നെ മാർക്കറ്റിംഗ്, UPVC എന്താണോ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ആ ഒരു 1.5 കൊല്ലത്തിനുള്ളിൽ ഞങ്ങൾ പഠിച്ചു. ഞങ്ങൾ ഇതിൻ്റെ പ്രോയായി. അപ്പോൾ നിങ്ങൾ പ്രോയായി. അതെ. അപ്പോൾ നിമോദും ഇതിനെ കുറിച്ച് പഠിച്ചു. ഞാനും പഠിച്ചു, ഞാനും ഇറങ്ങി. അപ്പോൾ അതൊരു സംരംഭമാക്കിയോ? പിന്നീട് സംരംഭമാക്കി ഞങ്ങൾ 2023. അതെ, ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ കേരളം, തമിഴ്നാട്, കർണാടക ഇതൊക്കെ പോയിട്ട് ഒരുപാട് ഫാക്ടറികൾ ഞങ്ങൾ വിസിറ്റ് ചെയ്തു. ഏറ്റവും നല്ല മെറ്റീരിയൽ എവിടുന്ന് സോഴ്സ് ചെയ്യണം, അതുപോലെ തന്നെ ഏറ്റവും നല്ല മെഷീനറീസ് എവിടുന്ന് സോഴ്സ് ചെയ്യണം, പിന്നെ ഇതിൻ്റെ സ്കിൽഡ് ലേബേഴ്സ്, ഇതിനെ പറ്റിയിട്ടെല്ലാം ഞങ്ങൾ പഠിച്ചിട്ടാണ് ഞങ്ങൾ 2023 മാർച്ച് 25 ഞങ്ങൾ ഫസ്റ്റ് പ്രൊഡക്ഷൻ തുടങ്ങുന്നത്. സ്ഥാപനത്തിന് പേരിട്ടോ? 5 Elements. 5 Elements. അതെ, 5 Elements വിൻഡോസ് ആൻഡ് ഡോർസ്. എന്താണ് ഈ 5 Elements? 5 Elements ഒരു പഞ്ചഭൂത, അതിന് ഞങ്ങൾ ഇംഗ്ലീഷ് വേർഷൻ ആക്കിയതാണ്. 5 Elements. അതെ, പഞ്ചഭൂത അല്ലേ? വായു, അഗ്നി, ജലം, എയർ, തീ, ഭൂമി, സ്കൈ, ആകാശം. അതെ. അപ്പോൾ ഇതിനെയൊക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് എന്ന നിലയ്ക്കായിരിക്കാം നിങ്ങളത് ഇട്ടത്. അതെ. നിമോദിലേക്ക് വരാം. തുടക്കം എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെ പോയി ആ ബിസിനസ്? നല്ല തുടക്കമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മൂലധനം എവിടെ നിന്നാണ്? മൂലധനം നമ്മൾ PMEGPയുടെ ലോൺ എടുത്തിട്ടാണ് ഇത് ചെയ്തത്. എത്ര ലോൺ കിട്ടി? ഏകദേശം 30 ലക്ഷത്തിൻ്റെ അടുത്ത് ലോണിന് അപ്ലൈ ചെയ്തു. 26 ലക്ഷം. പ്രശ്നങ്ങളൊക്കെ അപ്പോഴും തലയിലോ മുകളിലുണ്ട്, സീസണിൻ്റെ വാള് പോലെ. ഓക്കെ, അപ്പോഴും പുതിയ ലോൺ എടുക്കാൻ, റിസ്ക് എടുക്കാൻ ഒരു ഭയം ഉണ്ടായിരുന്നില്ല? ഇല്ല, ജീവിച്ചാലേ പറ്റുള്ളൂ, അടുത്ത വഴി കടന്നല്ലേ പറ്റുള്ളൂ. ശരി, അപ്പോൾ അങ്ങനെ ലോൺ എടുത്ത് തുടങ്ങി. സെയിൽസിന് ഇറങ്ങിയിട്ട് എങ്ങനെയുണ്ടായിരുന്നു? സെയിൽസിന് നല്ല റെസ്പോൺസ് ആയിരുന്നു. എന്ത് പ്രോഡക്റ്റാണ് നിമോദ്? UPVC വിൻഡോസ് ആൻഡ് ഡോർ മാനുഫാക്ചറിങ്. അതായത് വീടുകൾക്കും അതുപോലെ തന്നെ റെസിഡൻഷ്യൽ ആൻഡ് കൊമേഴ്സ്യൽ വേണ്ടിയിട്ടുള്ള ജനലും വാതിലും മാനുഫാക്ചർ ചെയ്യുന്നതാണ് നമ്മുടെ പ്രോഡക്റ്റ്. ഓർഡർ എടുക്കാൻ പോകുന്നത് നിങ്ങൾ രണ്ടുപേരും? അതെ. നല്ലതായിട്ട് ഓർഡർ വന്നു? അതെ. ഞങ്ങൾ 2023 മാർച്ച് 25 ഇതിൻ്റെ ഫസ്റ്റ് പ്രൊഡക്ഷൻ തുടങ്ങുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഓൾറെഡി ചെയ്യാനുള്ള പ്രൊജക്റ്റുകൾ ഉണ്ടായിരുന്നു, വർക്കുകൾ ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ തുടങ്ങുമ്പോൾ നമുക്ക് 3 എംപ്ലോയീസ് ആയിരുന്നു. അതായത് ഒരു പ്രൊഡക്ഷൻ മാനേജർ, ഒരു ഹെൽപ്പർ, ഓഫീസിൽ ഒരു സ്റ്റാഫ്, ഈ എസ്റ്റിമേഷൻ തയ്യാറാക്കാൻ. ഇന്ന് എത്ര പേരുണ്ട്? ഇന്ന് നമ്മൾ 2ാമത്തെ വർഷം തികയാൻ പോകുന്നുള്ളൂ. ഇത് ഫെബ്രുവരി മാസമാണ്. മാർച്ച് മാസത്തിലാണ് നമ്മൾ 2 വർഷം തികയുമ്പോൾ നമുക്ക് നമ്മുടെ നമ്പർ 60 ആണ്. 60 പേരുണ്ടായി. എക്സലന്റ്. അതെ. നമുക്ക് നന്നായി കച്ചവടം വന്നു നിമോദ്. വന്നു. ഇപ്പോൾ ഓൾ കേരള നമുക്ക് സപ്ലൈ ഉണ്ടോ? ഓൾ കേരള ചെയ്യുന്നുണ്ട്. ബ്രാൻഡ് 5 Elements തന്നെ. 5 Elements. നമ്മുടെ പഴയ പ്രശ്നങ്ങളൊക്കെ വിട്ടു, നമ്മൾ ഒറിജിനലോട് തിരിച്ചു വന്നു, മാർക്കറ്റിലേക്ക് തിരിച്ചു വന്നു. അവിടെ ഒരു ചെറിയ ചോദ്യം, എന്തുകൊണ്ടാണ് ഈ UPVC, ഇപ്പം നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് മരം വെച്ചുണ്ടാക്കിയ ജനലുകളും വാതിലുകളൊക്കെ നമുക്കുണ്ടായിരുന്ന കാലത്താണ് നിങ്ങൾ UPVC എന്ന ആശ മുന്നോട്ട് വയ്ക്കുന്നത്? എന്തുകൊണ്ടാണത്? ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മരത്തിൻ്റെ ലഭ്യത കുറവാണ്. പിന്നെ കിട്ടുന്നത് തേക്കിനൊക്കെ നല്ല റേറ്റുമാണ്. അപ്പോൾ പിന്നെ UPVCയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നനഞ്ഞാലും പ്രശ്നമില്ല, ഉപ്പ് കാറ്റടിച്ചാലും പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് തീരദേശത്ത് അല്ലെങ്കിൽ ബീച്ചിലൊക്കെ ഉള്ള റിസോർട്ടുകൾക്കൊക്കെ ഇത് അനുയോജ്യമാണ്. പിന്നെ കുതിരില്ല, തീ പിടിച്ചാലും റിട്ടാർഡൻ്റ് ആണ്, ചിതലരിക്കില്ല. അപ്പോൾ ഒരു ഡ്യൂറബിലിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ബിസിനസ് മോഡൽ എന്താണ്? എങ്ങനെയാണ് ഈ സെയിൽസ് കൊണ്ടുവരുന്നത്? നമ്മുടെ ബിസിനസ് മോഡൽ എന്താണെന്ന് ചോദിച്ചാൽ ഡയറക്റ്റ് കസ്റ്റമർ അപ്രോച്ചാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഡീലറോ ഡിസ്ട്രിബ്യൂട്ടറോ ഒന്നും ഇല്ല. അപ്പോൾ നിങ്ങൾക്കൊരു സെയിൽസ് ഫോഴ്സ് ഉണ്ട്? അതെ. അപ്പോൾ നിങ്ങളും ഉണ്ട്? അതെ. ഞങ്ങൾ പോയി 10 എടുക്കണം. അതെ, നമുക്കൊരു 10ഓളം മാർക്കറ്റിൽ സ്റ്റാഫുകളുണ്ട്. നമ്മൾ ഡയറക്റ്റ് കസ്റ്റമർ അപ്രോച്ചാണ്. നമുക്ക് ആരാണോ വീട് പണിയുന്നത് നമ്മൾ അവരെ പോയി അപ്രോച്ച് ചെയ്യുന്നു. നിങ്ങളുടെ വിജയം എന്ന് പറയുന്നത് ഇത് റെഫറൻസിലൂടെ വരുന്നതാണോ? കൂടുതൽ റെഫറൻസിലൂടെയാണ്.
നമുക്ക് ഇങ്ങോട്ട് കോളുകൾ വരികയാണ്. വരുന്നുണ്ട്. നന്നായി ബ്രാൻഡ് ചെയ്തു, നന്നായി മാർക്കറ്റ് ചെയ്തു. 5 എലമെന്റ്സ് നന്നായി ബ്രാൻഡ് ചെയ്യില്ല, നന്നായി മാർക്കറ്റ് ചെയ്യും. നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നമാണ്. നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നം. നിതിൻ, ഈ ഒരു പ്രോഡക്റ്റ് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ കയ്യിൽ? അത് വേറെ പ്രോഡക്റ്റ് ഉണ്ടോ? ഇപ്പം നമ്മുടെ സെഗ്മെൻറ്റ് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ടിങ് നമ്മൾ പഠിച്ചത് വിൻഡോസിൻ്റെ സെഗ്മെൻറ്റ് UPVC ഉണ്ട്, അലുമിനിയം ഉണ്ട്, സ്റ്റീൽ ഉണ്ട്, ഒരുപാട് സെഗ്മെൻറ്റ് എല്ലാം കൂടി നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. UPVCക്ക് തന്നെ ഞങ്ങൾക്ക് ഏകദേശം 50 ലക്ഷത്തോളം നമുക്ക് ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്. പിന്നെ അടുത്തൊരു സെഗ്മെൻറ്റാണ് സിസ്റ്റം അലുമിനിയം എന്നുള്ളൊരു സെഗ്മെൻറ്റ്. അത് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഈ പറഞ്ഞ 2ാമത്തെ വർഷം ഞങ്ങൾ UPVC തികയുമ്പോൾ, UPVC 2 വർഷം തികയുമ്പോൾ മാർച്ച് 25-ാം തീയതി ഞങ്ങൾ സിസ്റ്റം അലുമിനിയത്തിൻ്റെ പ്രൊഡക്ഷൻ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. ഞങ്ങളൊരു ഫാബ്രിക്കേറ്റേഴ്സാണ്. UPVC അതുപോലെ തന്നെ സിസ്റ്റം അലുമിനിയം വിൻഡോസ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ഫാബ്രിക്കേറ്റേഴ്സാണ് നമ്മൾ. എന്തുകൊണ്ടാണ് ഇതിലേക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോകാൻ കാരണം? നമ്മളൊരു പ്രൊഡക്റ്റ് ഡൈവേഴ്സിഫിക്കേഷനാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് ബേസിക്കലി നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അല്ലേ? നിതിൻ, നിങ്ങളുടെ വിഷൻ എന്താണ്? ഞങ്ങളുടെ വിഷൻ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, 5 എലമെൻറ്റ്സ് ഒരു ഫാബ്രിക്കേഷനാണ്. അത് ഞങ്ങളെ പോലെ തന്നെ ഇന്ത്യയിൽ ഒരുപാട് ആയിരക്കണക്കിന് ഫാബ്രിക്കേറ്റേഴ്സ് ഇന്ത്യയിലുണ്ട്. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു സിസ്റ്റം മേക്കാണ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ UPVC അല്ല, സിസ്റ്റം അലുമിനിയം എന്നുള്ളൊരു സെഗ്മെൻറ്റ് നമുക്ക് സ്വന്തമായിട്ടൊരു സിസ്റ്റം മാനുഫാക്ചർ ചെയ്തിട്ട് എക്സ്ട്രൂഷൻ യൂണിറ്റ് തുടങ്ങിയിട്ട് ഇന്ത്യയിലെ തന്നെ ഒരു 500ഓളം ഏറ്റവും നല്ല ഞങ്ങളെ പോലത്തെ 5 എലമെൻറ്റ്സിനെ പോലത്തെ ഒരു 500ഓളം ഫാബ്രിക്കേറ്റേഴ്സിനെ എടുത്തിട്ട് നമുക്ക് അവർക്ക് പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യുക. ഈ സിസ്റ്റം അലുമിനിയം ഞങ്ങളുടെ സിസ്റ്റം സെല്ല് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു വിഷയം. നിമോദ്, പല ബിസിനസ് ചെയ്ത് പ്രശ്നങ്ങളുണ്ടായിട്ടും തിരിച്ചു വന്ന 2 സഹോദരങ്ങളാണ് നിങ്ങൾ. നമ്മൾ ഈ മെൻ ഇൻ വൈറ്റ് എന്ന് പറയുന്ന പോലെ 2 വെള്ളക്കുപ്പായക്കാരാണ് നിങ്ങൾ. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീർത്തോ? കടങ്ങളൊക്കെ തീർക്കാനായോ? 75% തീർത്തു. ഇനി കൊടുത്തുകൊണ്ടിരിക്കുന്നു. സമയം ചോദിച്ച് എല്ലാവർക്കും കൊടുത്തു തീർക്കുന്നുണ്ട്. ആ പരിധിക്കുള്ളിൽ തന്നെ കൊടുത്തു തീർക്കും. കാരണം ഇപ്പോൾ ബിസിനസ് കച്ചവടം നന്നായി, മനസ്സമാധാനമുണ്ട്, കൊടുക്കാം, മനസ്സമാധാനമുണ്ട്. അങ്ങോട്ടൊരു ചോദ്യം, പ്രണയം പൂവണിഞ്ഞു, കല്യാണം കഴിച്ചു. അതെ. അപ്പോൾ ഡോക്ടർ വീട്ടിലുണ്ട്. താങ്കളും വിവാഹിതനായി. അതെ. എത്ര കുട്ടികളാണ്? 2 മക്കളുണ്ട്. 2 മക്കളാണ്. താങ്കൾക്ക്? എനിക്കൊരു 4 വയസ്സായ മോനും ഉണ്ട്. അപ്പോൾ നിങ്ങൾ 2 പേരും സാധാരണ ഈ സഹോദരങ്ങൾ പാർട്ട്നേഴ്സ് ആവുമ്പോഴത്തേക്കും നല്ല രീതിയിൽ പോകുന്നവരുമുണ്ട്, ചിലപ്പോൾ ചെറിയ പിണക്കങ്ങളും ഉണ്ടാവാറുണ്ട്. നിങ്ങൾ 2 പേരും ഒരേ കുപ്പായം ഇട്ട് ഒരേ ബിസിനസ്സിലാണ്. നിങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ടോ? അതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? നിങ്ങൾ പാർട്ട്നേഴ്സാണ്. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടോ? എങ്ങനെയാണ് അത് സോൾവ് ചെയ്യുക? അത് സംസാരം നെക്സ്റ്റ് ഡേ കാറി കയറി വീണ്ടും നമ്മൾ സംസാരിച്ചു. ഞങ്ങൾ ഒരുമിച്ചാണ് എല്ലായിടത്തേക്കും ട്രാവൽ ചെയ്യുക. ഇപ്പോൾ നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റേജ് ആകുമ്പോൾ ഞങ്ങൾ ഓൾ കേരള ട്രാവൽ ചെയ്യാറുണ്ട്. ഞങ്ങൾ ഒരുമിച്ചാണ് ട്രാവൽ ചെയ്യുക. അഭിപ്രായ വ്യത്യാസങ്ങൾ എൻ്റെ അഭിപ്രായമല്ല, നിമോദിൻ്റെ അഭിപ്രായം നിമോദിൻ്റെ അല്ല എന്ന്. പക്ഷേ ഞങ്ങളത് ഏറ്റവും കമ്മ്യൂണിക്കേറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ആ ഒരു ആശയത്തിനെ നമ്മൾ എടുക്കും, കോംപ്രമൈസ് ചെയ്യും. അതെ. പക്ഷെ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് പോകാനുള്ള ആശയങ്ങൾ. അതെ. നിരവധി തിരച്ചടികൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ട്, എന്നാൽ ഇന്ന് കുതിച്ചുയർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഭാവിയിൽ വലിയൊരു ബ്രാൻഡാവും, നിങ്ങൾ കണ്ട സ്വപ്നങ്ങളൊക്കെ പൂവണിയും എന്ന ഇപ്പോൾ ഒരു ആത്മവിശ്വാസം തോന്നുന്നുണ്ടോ? ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഒരു 1.5 വർഷത്തോളം മാർക്കറ്റ് സ്റ്റഡി, അതായിരുന്നു ഞങ്ങളുടെ കോൺഫിഡൻസ്. എന്ന് വെച്ചാൽ കയ്യിലൊന്നും ഇല്ലാണ്ടാണ് നമ്മൾ ഇറങ്ങിയത്. ആ ഒരു 1.5 വർഷത്തെ മാർക്കറ്റ് സ്റ്റഡിയാണ് ഇന്ന് ഞങ്ങൾ കേരളത്തിലെ ഏറ്റവും നല്ല UPVC വിൻഡോസ് ഡോർസ് മാനുഫാക്ചറായിട്ട് ഞങ്ങൾ നിലനിൽക്കുന്നത്. ആ 5 എലമെൻറ്റ്സ് എന്ന ബ്രാൻഡ് ഇന്ന് എൻഡ് യൂസേഴ്സിന് ഒരു സഹായമാണ്. അവിടെയാണ് അടുത്ത ചോദ്യം. ഈ ഡിസ്ട്രിബ്യൂട്ടറും ഡീലേഴ്സും ഒന്നും ഇല്ലാതെ നേരിട്ട് പോകുന്നത് കൊണ്ട് കസ്റ്റമേഴ്സിന് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? സർ, അവർക്ക് പ്രൈസിൻ്റെ ഒരു ഘടകം ഉണ്ടല്ലോ, അതിലവർക്ക് നല്ല അഡ്വാൻറ്റേജ് ആണ്. അത് ക്വാളിറ്റിയുള്ള ഉൽപ്പന്നം ഡയറക്റ്റ്ലി നിങ്ങൾക്ക് കൊടുക്കാൻ. നമ്മൾ അവരെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നേരെ ഫാക്ടറിയിൽ വന്നു, നിങ്ങൾ ഓപ്പണാണ്, ഞങ്ങൾ ഫാക്ടറി അടയ്ക്കാറില്ല, സെക്യൂരിറ്റി ഇല്ല, നിങ്ങൾക്ക് എപ്പോൾ ഒന്നുമില്ലെങ്കിൽ കയറാം, കാണാം, ചെക്ക് ചെയ്യാം. ഏത് ബ്രാൻഡാണോ, ഏത് ആക്സസറീസ് ആയാലും എന്തായാലും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അതുകൊണ്ട് നിങ്ങളുടെ കസ്റ്റമേഴ്സും ഹാപ്പിയാണ്. പിന്നെ നമ്മൾ സർവീസ് നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ടീമെത്തും. നമുക്ക് ഓൾ കേരള നമുക്ക് സർവീസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് സർവീസും ചെയ്ത് കൊടുക്കും. നമ്മുടെ ഒരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്പീഡാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു കമ്പനി ഒരു കസ്റ്റമർ നമ്മൾ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം വേണ്ടത് കൊട്ടേഷനാണ്. ഞങ്ങൾ നെക്സ്റ്റ് ഡേ തന്നെ നമ്മുടെ കൊട്ടേഷൻ പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ കൊടുക്കും. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാളേഷൻ ആണെങ്കിലും പ്രൊഡക്ഷൻ ആണെങ്കിലും സ്പീഡ്, അതാണ് നമ്മുടെ ഒരു മെയിൻ ഹൈലൈറ്റ്. നിങ്ങൾ കേട്ടു ഈ മെൻ ഇൻ വൈറ്റ് എന്ന് പറയുന്ന പോലെ 2 സഹോദരങ്ങളുടെ കഥ, നിമോദും നിധിനും. നമ്മൾ സംരംഭകർ പഠിച്ചിരിക്കേണ്ട ഒരു പാഠം, സംരംഭത്തിലേക്ക് ഇറങ്ങേണ്ടവർ ശ്രദ്ധിക്കേണ്ട കാര്യവും. ബിസിനസ് എന്ന് പറയുന്നത് ഒരു രാത്രി കൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കി കോടീശ്വരനാകാം എന്ന മോഹത്തോടുകൂടി ഇറങ്ങാനുള്ളവർക്കുള്ള പണിയേ അല്ല. സംരംഭം എല്ലാവർക്കും പറ്റുമോ എന്നതിനോട് ചോദിച്ചാൽ ഞാൻ പറയും ചിലപ്പോൾ പറ്റില്ലായിരിക്കാം. കാരണം തിരിച്ചടികളുണ്ടാവും. സാമ്പത്തികമായി തിരിച്ചടി ഉണ്ടാകുമ്പോഴാണ് നമ്മളിൽ പലരും പിന്മാറുന്നത്. ഇവർക്ക് 1-2 ആദ്യം
2 ബിസിനസ്സിലൂടെ 35 ലക്ഷത്തോളം കടം, പിന്നീട് 50 ലക്ഷം കടം. പക്ഷെ ഇതൊന്നും അവരെ പിന്തിരിപ്പിച്ചില്ല, അവരാരും തൊഴിലിന് പോയില്ല. അത് ഒരു ബിസിനസ്സിൽ നഷ്ടം വന്നാൽ അത് ബിസിനസ് ചെയ്ത് തന്നെ തിരിച്ചു പിടിക്കണമെന്ന ആ പ്രിൻസിപ്പിൾ അവർക്ക് അറിയാവുന്നത് കൊണ്ടായിരിക്കണം അവർ 2 പേരും ബിസിനസ് വിട്ടു പോയില്ല. പല ബിസിനസ് ചെയ്ത് നോക്കി, തിരിച്ചടികളുണ്ടെങ്കിലും അവർ ഇന്ന് തിരിച്ചുവരവിൻ്റെ പാതയിലാണ്. അവർ ഉയർന്ന് നല്ലൊരു പ്രോഡക്റ്റ്, അതും ശ്രദ്ധിക്കണം, ഒരു പ്രോഡക്റ്റ് ഒരു സർവീസുമായി മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ അതിനെക്കുറിച്ച് നന്നായി വ്യക്തമായി പഠിച്ചതിന് ശേഷമാണ് അവർ മാർക്കറ്റിലേക്ക് ഇറങ്ങിയത്. ആദ്യം പോയി ഓർഡർ എടുത്തതിന് ശേഷമാണ് മാനുഫാക്ചറിങ് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഡേ 1 തൊട്ട് പ്രൊഡക്ടിവിറ്റി ഉണ്ടായി, ഡേ 1 തൊട്ട് സെയിൽസ് നടന്നു, അത് ഗ്രാജുവലായിട്ട് ഇമ്പ്രൂവ് ചെയ്തു. ഇന്ന് 5 എലമെൻറ്റ്സ് എന്ന് പറയുന്നത് മാർക്കറ്റിൽ UPVC വിൻഡോസിനും ഡോസിനും ഒരു അപരനാമമായി കഴിഞ്ഞു. ക്വാളിറ്റിയുള്ള, നേരിട്ട് കസ്റ്റമറിലേക്ക് എത്തിക്കുന്ന നല്ലൊരു ഉൽപ്പന്നവും നല്ല സ്പീഡിൽ സർവീസും, ഇതൊക്കെയാണ് ഒരു സംരംഭത്തിൻ്റെ വിജയമെന്ന് പറയുന്നത്. ഇന്ന് ഈ 2 ചെറുപ്പക്കാർ നമുക്ക് മാതൃകയാവുന്നത് ഏറ്റവും വലിയ കാര്യം, എന്ത് തിരിച്ചടികൾ ഉണ്ടെങ്കിലും പതറാതെ തിരിച്ചു വരാനുള്ള ആ ചങ്കൂറ്റം ഇവർക്ക് ഉണ്ടെന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവർക്കിനി തിരിച്ചടി ഉണ്ടാവില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ആവട്ടെ. നിമോദ് നിതിൻ, നിങ്ങളുടെ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. ഞാൻ എൻ്റെ ഈഗിൾ കോച്ചിങ് പ്രോഗ്രാമിൽ നിങ്ങളെ കണ്ടുമുട്ടുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നതാണ് എന്തെങ്കിലും ഈ ഹോട്ട് സീറ്റിൽ നിങ്ങൾ വന്ന് നിങ്ങളുടെ തിരിച്ചടി അതുണ്ടായതും തിരിച്ചു വരവിൻ്റെ കഥയൊക്കെ സ്പാർക്കിൻ്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കണമെന്ന്. അതിനായതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഇനിയും ഉയരങ്ങളിൽ നിങ്ങൾ എത്താനുണ്ട്. നിങ്ങൾ കണ്ട എല്ലാ മോഹങ്ങളും പൂവണിയട്ടെ. 5 എലമെൻറ്റ്സിനെ നിങ്ങൾ കണ്ട സ്വപ്നം പോലെ ഒരു ഓൾ ഇന്ത്യ ബ്രാൻഡാക്കുക. പുതിയ പ്രോഡക്ട്സുകളും ഒക്കെ ആയി മാർക്കറ്റ് തന്നെ കീഴടക്കുക. നിങ്ങൾ കഠിനാധ്വാനികളാണ്, തിരിച്ചടികളിൽ പതറാത്തവരാണ്. അതങ്ങനെ തന്നെ തുടരുക. എൻ്റെ വ്യക്തിപരമായ പേരിലും സ്പാർക്കിലെ എല്ലാ പ്രേക്ഷകരുടെ പേരിലും എല്ലാ ആശംസകളും. താങ്ക് യു.